ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഉമ്മു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരും വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? ഞാനിന്ന് വന്നിട്ടുള്ളത് ബീഫ് കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം അല്ലേ. അപ്പോൾ അതിന് ഞാൻ 1 കിലോ ബീഫ് എടുത്ത് നല്ല പോലെ തന്നെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് കുക്കറിലിട്ടിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളുടെ കൈ വെച്ച് നല്ല പോലെ തന്നെ തിരുമ്പി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് വെള്ളം ഒഴിക്കണ്ട കേട്ടോ, നമ്മുടെ ബീഫിൽ വെള്ളം ഉണ്ടാവുകയെ. എന്നിട്ട് കുക്കർ അടച്ചിട്ട് ഒരു 3 വിസിൽ വരത്തിയാൽ മതി, അധികം വേവിച്ചെടുക്കണ്ട കേട്ടോ. അപ്പോൾ 3 വിസിലൊക്കെ വന്ന് കണ്ട ബീഫിൽ വെള്ളമൊക്കെ വന്നത് കണ്ട, അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കണ്ടെന്ന് പറഞ്ഞത് കേട്ടോ. ഇനി ഒരു തവ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സവാള കട്ടി കുറച്ച് അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല പോലെ തന്നെ നമ്മളെ സവാള ഇളക്കി നന്നായിട്ട് തന്നെ വാടി വരണം കേട്ടോ. നല്ല പോലെ വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി 4 പച്ചമുളകും ചതച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതും നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, മറക്കണ്ട എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നല്ല പോലെ തന്നെ വാടി വന്നിട്ടുണ്ട്. ഇതേപോലെ വാടി വരണം കേട്ടോ. അപ്പം ഞാനൊരു വലിയ തക്കാളി എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ തക്കാളി നന്നായിട്ട് ഇതിൽ ഇളക്കി യോജിപ്പിക്കണം. അതും നല്ലപോലെ തന്നെ ഒന്ന് വെന്ത് വാടി വരട്ടെ കേട്ടോ. നമ്മുടെ തക്കാളി വാടി ഒക്കെ വന്നിട്ടുണ്ട്, ഒരുവിധം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ 1 ടീസ്പൂൺ പിരിയമുളകിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. മുളകൊക്കെ ഞങ്ങൾ വീട്ടിൽ തന്നെ വാങ്ങിയിട്ട് വൃത്തിയാക്കിയിട്ട് പൊടിപ്പിച്ചെടുക്കുന്നതാണ്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയുടെ പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അത് നല്ല പോലെ തന്നെ ഇളക്കി എടുക്കണേ, നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതേപോലത്തെ കളറ് വരുന്ന വരെ നമ്മൾ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ഇനി നമ്മൾ ആ വേവിച്ച് വെച്ച ബീഫ് ഉണ്ടല്ലോ, അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ബീഫ് വെന്തിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനൊരു ഇതൊന്ന് വറ്റി ബീഫൊക്കെ വെന്ത് വരണ വരെ ഒന്ന് അടച്ച് മൂടിയിടണേ. അപ്പോൾ നമ്മളുടെ ബീഫ് വെന്ത് നല്ല പോലെ തന്നെ വറ്റി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്തില്ലേ 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ. ഞാനത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കറിയുടെ ഉപ്പ് ഒന്ന് നോക്കണേ. ഇപ്പം എൻ്റെ കറിയിൽ ഉപ്പൊക്കെ നല്ല പോലെ തന്നെ വന്നിട്ടുണ്ട്, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്നും കൂടി ഒന്ന് വറ്റി വരാൻ വേണ്ടി ഞാൻ അടച്ച് മൂടിയിടുന്നുണ്ട് കേട്ടോ. അപ്പം ഇപ്പോൾ നമ്മളുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്, നല്ല പോലെ തന്നെ വറ്റി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ നമ്മുടെ നാളികേരമില്ലേ കൊത്തിയെടുത്തിട്ട് കട്ടി കുറച്ച് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല പോലെ തന്നെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കാം കേട്ടോ നമുക്ക്. അതിപ്പോൾ നമ്മളുടെ നാളികേരം നല്ല പോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. അത് നമ്മളുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഇങ്ങനെ വാടി വരുമ്പോൾ അതിലേക്ക് കൊണ്ടാട്ടം മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും നല്ല പോലെ തന്നെ പൊരിച്ചെടുക്കണേ. അപ്പോൾ നമ്മുടെ മുളകൊക്കെ നല്ല പോലെ തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല പോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് നമ്മളുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
എന്നിട്ട് എല്ലാം കൂടി നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിക്കണേ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് വീട്ടിൽ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം എന്നെ അറിയിക്കുകയും വേണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.